മഞ്ജു, ഗിരിയേട്ടാ, നിനക്ക് മുകുന്ദന്റെ വീട്ടിൽ നിൽക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, ഗൗരിയമ്മയും മഹിമ എന്റെ കൂടെ ഇല്ലേ? നിനക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ തുടരാം. നമുക്ക് പരസ്പരം കാണാതിരുന്ന പോരെ? അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവും ഗിരിയേട്ടാ. എനിക്ക് ജോലിക്ക് പോവാതെ പറ്റില്ലല്ലോ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന സമയത്ത് അറിയാതെ പരസ്പരം കണ്ടാലോ? ഗിരിയേട്ടനടുത്ത വ്രതമൊക്കെ വെറുതെ ആവില്ലേ? ഞാൻ മാറി നിന്നോളാം. നിനക്ക് വിഷമമുണ്ടാവുമെന്ന് എനിക്കറിയാം. കെട്ടിനിറച്ച് ഗിരിയേട്ടൻ ഇറങ്ങുമ്പോ യാത്ര അയക്കാൻ കൂടെ ഉണ്ടാവണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ നടക്കണമെന്നില്ലല്ലോ. സാരമില്ല, ഗിരിയേട്ടൻ വീട്ടിലെ കാര്യം ആലോചിച്ച് വിഷമിക്കണ്ട. ഗിരിയേട്ടൻ പോയി കഴിഞ്ഞാ ഉടനെ ഞാൻ തിരിച്ചു വന്നോളാം. വേണ്ട, ഞാൻ പോയിട്ട് തിരിച്ചു വരുന്നത് വരെ നീ മുകുന്ദന്റെ വീട്ടിൽ തന്നെ നിന്നാ മതി. ഞാനില്ലെങ്കിൽ കുഞ്ഞാറ്റെ സ്വപ്നയൊക്കെ ചാട്ടം കുറച്ച് കൂടും. വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. അവിടെ ആവുമ്പോ നിനക്ക് മനസ്സമാധാനത്തോടെ കുറച്ചു ദിവസം അടിച്ചു പൊളിച്ച് കഴിയാലോ. അപ്പോ അമ്മ ഒറ്റയ്ക്ക് കഷ്ടപ്പെടില്ലേ? അതിനല്ലേ കുഞ്ഞാറ്റെ ശമ്പളം കൊടുത്ത് ഇവിടെ നിർത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, കുറച്ചു ദിവസം നീ ഇവിടെ ഇല്ലെങ്കിലേ ഇവിടെ ഉള്ളവർക്ക് നിന്റെ വില മനസ്സിലാവൂ. ഞാൻ ഗൗരിയമ്മയെ വിളിച്ച് കാര്യം പറയാം. നിനക്ക് ക്ഷീണമുണ്ടോ? ചെറുതായിട്ട്. ഗൗരിയമ്മയ്ക്ക് നിന്റെ അവസ്ഥ അറിയാം. അതുകൊണ്ട് അവരെന്തായാലും നിന്നെ ജോലി ചെയ്യിപ്പിക്കില്ല. നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ നോക്ക്. എല്ലാ പ്രശ്നങ്ങളും തീർന്ന് നമ്മൾ കൂടുതൽ അടുക്കാൻ തുടങ്ങുമ്പോ തന്നെ ഇതൊക്കെ സംഭവിച്ചല്ലേ? പക്ഷേ ഇതെല്ലാം ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ? നമ്മുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായമല്ലേ തുടങ്ങാൻ പോകുന്ന. അതിനു മുമ്പ് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം വാങ്ങുന്നത് നല്ലതല്ലേ? ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യും. ഞാനും ഗിരിയേട്ടനെ മിസ് ചെയ്യും.